ആലപ്പുഴ ആദിക്കാട്ടുകുളങ്ങരയിൽ 4ാം ക്ലാസ്സുകാരിയെ ക്രൂരമായി മർദ്ദിച്ച അച്ഛനും രണ്ടാനമ്മയും റിമാൻഡിൽ. അനുസരണക്കേട് കാട്ടിയതിനാണ് കുട്ടിയെ മർദ്ദിച്ചത് എന്നാണ് പ്രതികളുടെ മൊഴി. പത്തനംതിട്ട കടമാൻകുളത്തെ കുന്നിൻ മുകളിലെ ഒളിയിടത്തിൽ നിന്നാണ് അൻസാറിനെ ഇന്നലെ രാത്രി പോലീസ് പിടികൂടിയത്. കുട്ടിയുടെ രണ്ടാനമ്മ ഷെഫീനെ കൊല്ലം ചക്കുവള്ളിയിലെ ബന്ധുവീട്ടിൽ നിന്നും പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തന്നെ കുട്ടിയെ മർദ്ദിച്ചതായി പ്രതികൾ സമ്മതിച്ചു. പുതിയ വീട്ടിൽ 4ാം ക്ലാസ്സുകാരിക്ക് ധാരാളം അരുതുകൾ ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ജനൽ തുറക്കരുതെന്നുള്ളത്. ചൊവ്വാഴ്ച കുട്ടി ജനൽ തുറന്നു. അന്ന് രാത്രി മദ്യപിച്ചെത്തിയ അൻസാർ ഇതേ ചൊല്ലിയാണ് സ്വന്തം കുഞ്ഞിനെ മർദ്ദിച്ചത്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ളതും പിന്നെ കൈകൊണ്ട് അടിച്ചതിനുള്ള 8 കേസുണ്ട്. നാർക്കോട്ടിക്സിൻ്റെ കേസുണ്ട്. പിന്നെ ഒരു ദിവസം ഒരു 3 സംഭവങ്ങളിൽ പോലീസ് ഓഫീസേഴ്സിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള. കൈനിറയെ ചോക്ലേറ്റുമായി മന്ത്രി ശിവൻകുട്ടി കുട്ടിയെ സന്ദർശിച്ചു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പുതിയ പദ്ധതിയും പ്രഖ്യാപിച്ചു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു പ്രത്യേക കർമ്മപദ്ധതിക്ക് രൂപം നൽകുകയാണ്. ഈ പദ്ധതിയുടെ കുട്ടികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കണ്ടെത്താനും അവർക്ക് ആവശ്യമായ സംരക്ഷണം ഒരുക്കാനും സാധിക്കും. ശരീരത്തിൽ പാടുകളുമായി ബുധനാഴ്ച സ്കൂളിലെത്തിയ കുട്ടിയെ ശ്രദ്ധിച്ച അധ്യാപകർ വഴിയാണ് മർദ്ദന വിവരം പുറം ലോകമറിഞ്ഞത്. ക്രൂരമർദ്ദനം വിവരിച്ചുകൊണ്ടുള്ള കുട്ടിയുടെ നോട്ട്ബുക്കിലെ കുറിപ്പും പുറത്തു വന്നിരുന്നു. എനിക്ക് അമ്മയില്ല കേട്ടോ, എനിക്ക് രണ്ടാനമ്മയാണ്. എൻ്റെ വാപ്പിയും എന്നോട് ക്രൂരതയാണ് കാണിക്കുന്നത്. ഒരു ദിവസം പ്ലേറ്റ് സ്കൂളിൽ മറന്നു വെച്ചപ്പോൾ ഞാനൊരു പ്ലേറ്റ് ചോദിച്ചു. അപ്പോൾ എൻ്റെ കരണത്തടിച്ചു. കുട്ടി നിലവിൽ അമ്മുമ്മയുടെ സംരക്ഷണയിലാണ്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.